ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗിലേക്കാണ്. ആദ്യം ശശി തരൂർ വിഷയത്തിൽ മഞ്ഞുരുക്കലിന് ഹൈക്കമാൻഡ്. വിവാദ ലേഖനത്തിന് പിന്നാലെ ശശി തരൂരിനെ ചർച്ചയ്ക്ക് വിളിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ജൻപതിൽ നടക്കുന്ന നിർണായകമായ കൂടിക്കാഴ്ചയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം സോണിയാഗാന്ധിയും പങ്കെടുക്കും എന്നാണ് സൂചന. അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടക്കും. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ആണ് ചേരുന്നത്. ഡാൻ, ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാകുന്നുണ്ട്. ഒന്ന്, സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തുന്ന വ്യാവസായിക നയത്തിൽ പുകഴ്ത്തുന്ന ലേഖനം അത് വലിയ തോതിൽ കേരളത്തിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്നിരിക്കുന്ന സാഹചര്യം, അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ദേശീയ തലത്തിലാകട്ടെ മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെ അടക്കം തരൂർ പുകഴ്ത്തുമ്പോൾ അത് ബി.ജെ.പിക്ക് ദേശീയ തലത്തിൽ ആയുധമായി മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. രണ്ട് വിഷയങ്ങളും കോൺഗ്രസിനെ ഒരേപോലെ പ്രതിരോധത്തിലാക്കുമ്പോഴാണ് ഹൈക്കമാൻഡ് ചർച്ചയ്ക്ക് വിളിപ്പിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? അതിനകത്ത് സംസ്ഥാനത്തെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ശക്തമായ നടപടി തരൂരിനെതിരെ എടുക്കണം, പ്രവർത്തക സമിതി അംഗത്വത്തിൽ നിന്ന് തരൂരിനെ പുറത്താക്കണമെന്ന് വരെ നിലപാടെടുത്ത് ദേശീയ നേതൃത്വത്തിന് മുമ്പിൽ കടുംപിടുത്തം തുടരുന്നതിനിടയിലാണ് കോൺഗ്രസിന്റെ നിർണായകമായ നേതൃത്വം അല്ലെങ്കിൽ ഹൈക്കമാൻഡിന്റെ നേതൃത്വത്തിൽ നിന്ന് രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് ശശി തരൂരുമായി അടിയന്തരമായി ചർച്ച നടത്തണമെന്നൊരു നിർദ്ദേശമുണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 5:20 ശശി തരൂർ 10 ജൻപതിൽ സോണിയാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയിൽ ചർച്ചയ്ക്ക് വേണ്ടി എത്തുന്നത്. രാഹുൽ ഗാന്ധിയുമായാണ് ചർച്ച നടത്തുകയെന്ന് അറിയുമ്പോഴും സോണിയാഗാന്ധിയുടെ സാന്നിധ്യത്തിൽ തന്നെയാകും നിർണായകമായി കൂടിക്കാഴ്ച എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2022 ഒക്ടോബറിൽ കോൺഗ്രസ് ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഗാന്ധി കുടുംബത്തിന് പുറത്തുനിന്ന് നിലപാടെടുത്ത് ആ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് നിർദ്ദേശങ്ങൾക്ക് ബദലായി മത്സര രംഗത്തേക്ക് ശശി തരൂർ വന്നതിന് പിന്നാലെയാണ് ഗാന്ധി കുടുംബവുമായി ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ബന്ധത്തിൽ ഉലച്ചിൽ തട്ടിയത്. പ്രിയങ്കയുമായും സോണിയാഗാന്ധിയുമൊക്കെ ആയി വളരെ അടുത്ത ആത്മബന്ധം പുലർത്തിയിരുന്ന ശശി തരൂർ പിന്നീട് രാഹുൽ ഗാന്ധിയുമായി ഒരിക്കൽ പോലും നേരിട്ടൊരു കൂടിക്കാഴ്ച തനിയെ നടത്തിയിട്ടില്ല. അതായത് 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ശശി തരൂർ ആദ്യമായി രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്താൻ പോവുകയാണ്. 5:20 10 ജൻപത് വസതിയിൽ വെച്ചാണ് ഈ കൂടിക്കാഴ്ച. ഇപ്പോഴുണ്ടായിരിക്കുന്ന സംസ്ഥാന നേതൃത്വവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന വിവാദങ്ങൾ, ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് അർഹമായ പരിഗണന നൽകുന്നില്ല എന്ന ഏറെ നാളായുള്ള അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ, അതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ചർച്ചയിൽ ഉരുത്തിരിയും. പ്രധാനമായി ശശി തരൂരിനെ ഇന്ത്യ സഖ്യത്തിന്റെ രൂപീകരണ വേളയിലടക്കം വേണ്ട വിധത്തിൽ പരിഗണിച്ചില്ല എന്നൊരു വിമർശനം അദ്ദേഹവുമായി ബന്ധപ്പെട്ട ക്യാമ്പുകൾക്കുണ്ടായിരുന്നു. അത് ദേശീയ നേതൃത്വത്തെ അവർ അറിയിക്കുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ഇംഗ്ലീഷ് ദിനപത്രത്തിൽ എഴുതിയ ലേഖനവും അതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളും ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിലേക്ക് മാറിയത്. ഒരുപക്ഷെ ബി.ജെ.പി ഗവൺമെന്റിനോട് അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അനുഭാവപൂർണമായ ഒരു സമീപനമാണ് തരൂരിനെന്ന് ദേശീയ തലത്തിലും സംസ്ഥാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ അനുകൂലിക്കുന്ന സമീപനമാണ് തരൂരിനെന്ന് സംസ്ഥാന തലത്തിലും ഒരേപോലെ പ്രചാരണ നേരെ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധത്തിന് വരെ ആഹ്വാനം ചെയ്തിരിക്കുകയും ചെയ്തിരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു കൂടിക്കാഴ്ച അല്പസമയത്തിനകം 10 ജൻപതിൽ നടക്കാൻ പോകുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. അവിടെ രാഹുൽ ഗാന്ധിയുമായി ശശി തരൂർ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ തരൂർ മുമ്പോട്ട് വെക്കുന്ന ഉപാധികൾ എന്തൊക്കെയായിരിക്കും, അല്ലെങ്കിൽ തരൂരിനെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി ഹൈക്കമാൻഡ് നേതൃത്വം മുമ്പോട്ട് വെക്കുന്ന ഉപാധികൾ എന്തൊക്കെയായിരിക്കും എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കോൺഗ്രസിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയൊക്കെ സംബന്ധിച്ച് അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു നീക്കമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. അങ്ങനെയാണെങ്കിൽ ഇന്ന് നടക്കുന്ന ഈ നിർണായകമായ കൂടിക്കാഴ്ചയിൽ മഞ്ഞൊരുക്കലിന് ശ്രമമുണ്ടാകുമോ? അവിടെ തരൂർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ? ദേശീയ നേതൃത്വവുമായി കൂടുതൽ യോജിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നതൊക്കെയാണ് കാത്തിരുന്ന് കാണാനുള്ളത്. ഏതാനും മിനിറ്റുകൾക്കകം ശശി തരൂർ 10 ജൻപതിൽ സോണിയാഗാന്ധി. തീർച്ചയായും ഇതിൽ വളരെ പ്രധാനപ്പെട്ടത് നമുക്കറിയാം, ആദ്യമായൊന്നുമല്ല ശശി തരൂർ പാർട്ടിയെ കുഴപ്പത്തിലാക്കുന്നത്. ഡാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിന്റെ ഒരു നോമിനി അല്ല അധ്യക്ഷ സ്ഥാനത്തേക്ക് വരേണ്ടത്, മറിച്ച് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ ഇഷ്ടപ്പെടുന്ന ഒരാളാകണമെന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് തരൂർ മത്സരിക്കുന്നത്. അതിനു മുമ്പ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ ഒട്ടേറെ തവണ
തരൂർ കോൺഗ്രസിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കന്നുകാലി ക്ലാസ് പരാമർശം മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിച്ചാൽ കേരള വിഷയങ്ങൾ വരുമ്പോൾ വിഴിഞ്ഞം വിഷയത്തിലടക്കം സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ. പക്ഷെ അപ്പോഴൊന്നും കാര്യമായ താക്കീതോ മുന്നറിയിപ്പോ ഒന്നും തരൂരിന് ലഭിച്ചിരുന്നില്ല. ഈ വിഷയം രമ്യമായി പരിഹരിക്കുക എന്നൊരു നയത്തിലേക്ക് ഹൈക്കമാൻഡിന് പോകേണ്ടി വന്നിരുന്നു. അതിന് കാരണമെന്നത് തരൂരിന്റെ ഇമേജ് ഉണ്ട്. അതിനപ്പുറത്ത് തരൂർ പറയുന്ന വിഷയങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അങ്ങനെയൊക്കെയുള്ള നിരവധിയായ വിഷയങ്ങൾ കൂടി നിലനിൽക്കുന്ന പശ്ചാത്തലം. അപ്പോൾ ഈ കൂടിക്കാഴ്ചയിലും ഏത് തരത്തിലുള്ള ഒരു നീക്കമായിരിക്കാം ഹൈക്കമാൻഡിൽ നിന്നുണ്ടാകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം, അതായത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട രാഹുൽ ഗാന്ധിക്ക് അഭിപ്രായ വ്യത്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ മത്സരിച്ചാൽ മാത്രമേ കോൺഗ്രസിനുള്ളിൽ ജനാധിപത്യം നിലനിൽക്കുന്നു എന്നൊരു ധാരണ പൊതുസമൂഹത്തിൽ ഉണ്ടാകുകയുള്ളൂ എന്നൊരു നിലപാടിലായിരുന്നു രാഹുൽ ഗാന്ധി. പിന്നീട് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ ഗാന്ധിയും പിന്നീട് ശശി തരൂരും തമ്മിലുള്ള ബന്ധത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതാണ് വലിയൊരു ഉലച്ചിന്റെ വഴിവെച്ചത്. അതായത് അതാണ് വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയത്. അവിടെ രാഹുൽ ഗാന്ധിയുമായി അടുപ്പമുള്ള കേരളത്തിൽ നിന്നുള്ള ചില നേതാക്കളുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നായിരുന്നു ശശി തരൂരിന്റെ പ്രധാനപ്പെട്ട വിമർശനം. പലതവണ രാഹുൽ ഗാന്ധിയുമായി നേരിട്ട് ചർച്ച നടത്താൻ അപ്പോയിന്റ്മെന്റ് തേടിയിട്ടും അതിനാരും അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. അവർ എപ്പോഴും മുഖം തിരിക്കുന്ന ഒരു സമീപനമാണ് രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ നിന്നുണ്ടായത്. അതിനിടയിലാണ് ഈ സംസ്ഥാനത്തെ ഈ ലേഖന വിവാദം വലിയ തരത്തിൽ ചർച്ചയായി മാറുകയും ഇടത് നേതാക്കളടക്കം ശശി തരൂരിനെ പരസ്യമായി തന്നെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായത്. സ്വാഭാവികമായി കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെയാണ് ഹൈക്കമാൻഡ് നേതൃത്വം മഞ്ഞുരുക്കലിന് ഇടപെടൽ നടത്തുന്നു, പരസ്യ പ്രതികരണം തരൂരിനെതിരെ പരസ്യ പ്രതികരണം നടത്തി പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഇടപെടലുകളിലേക്ക് മുതിർന്ന നേതാക്കൾ കടക്കരുത് എന്ന് ഹൈക്കമാൻഡിന്റെ മുന്നറിയിപ്പുണ്ട് എന്ന വാർത്ത ഇന്ന് നമ്മൾ തന്നെയാണ് പുറത്തുവിട്ടത്. അതിനുശേഷം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങൾ സംസ്ഥാനത്ത് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ തന്നെ ഒരു വലിയ അഭിപ്രായ ഭിന്നതകളിലേക്ക് വഴിവെക്കുന്ന പശ്ചാത്തലത്തിലാണ് രാഹുൽ ഗാന്ധി തന്നെ വിഷയത്തിൽ നേരിട്ടിടപെട്ട് ശശി തരൂരിനെ അനുനയിപ്പിക്കാനുള്ള നിർണായകമായ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് എന്നതാണ്. ഇപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ